ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ ഒന്നാം സെമസ്റ്റർ BA ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ റെഗുലർ 2023 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻറ്റ് 2022 അഡ്മിഷൻ പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഫൈൻ ഇല്ലാണ്ട് 2024 ഫെബ്രുവരി 14 വരെയും 150 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി 17 വരെയും 400 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി 19 വരെയും SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഫെബ്രുവരിയിൽ നടത്തുന്ന ഒന്നാം സെമസ്റ്റർ BA ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സപ്ലിമെൻറ്റ് 2019-21 അഡ്മിഷൻ 17 അഡ്മിഷൻ മേഴ്സി ചാൻസ് പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഫൈൻ ഇല്ലാണ്ട് 2024 ഫെബ്രുവരി 14 വരെയും 150 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി 17 വരെയും 400 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി 19 വരെയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി 2024 ജനുവരിയിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ കരിയർ ലിറ്ററേച്ചർ CBCSS BCA 332 ഡിഗ്രി പരീക്ഷയുടെ പ്രായോഗിക പരീക്ഷകൾ 2024 ഫെബ്രുവരി 12 മുതൽ 15 വരെയുള്ള തീയതികളിൽ അതാത് കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. നെക്സ്റ്റ് ജർമ്മൻ A1 DTech A1 കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല ജർമ്മൻ പഠന വിഭാഗം നടത്തുന്ന ജർമ്മൻ A1 DTech A1 കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2 തതുല്യ യോഗ്യത. കോഴ്സ് ഫീ ₹8,000 ആണ്. കാലയളവ് എന്ന് പറയുന്നത് 80 മണിക്കൂർ 2 മുതൽ 3 മാസം വരെ. സമയം 5:30 PM to 7 PM ആയിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ. ആകെ സീറ്റ് 30 ആണ്. അപേക്ഷാ ഫീസ് 105 രൂപയും രജിസ്ട്രേഷൻ ഫീസ് 105 രൂപയുമാണ്. പേബിൾ അറ്റ് യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടർ ഓൺലി. അപേക്ഷ ഫോം ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ പൂരിപ്പിച്ച അപേക്ഷകൾ 20/2/2024 4 PM വരെ പാളയം സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ജർമ്മൻ പഠന വിഭാഗത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. സോ ഇവ ഇത്രയുമാണ് നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഓൾറെഡി തേർഡ് സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അറിയാത്ത ഇൻഫർമേഷൻ അറിയാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും എക്സാമിന് ഉണ്ടാവുക അല്ലേ. ദെൻ റിസൾട്ടുകൾ ബേസ് ചെയ്ത് ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒഫീഷ്യലി ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മറ്റുള്ള കാര്യങ്ങൾ വന്നാലോട്ട് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ അറിയിക്കുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്